എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ തമ്പാനൂരിൽ നിന്നൊരു 9 കിലോമീറ്റർ മാറി നമ്മൾ ഒരു നല്ല ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് മലയും മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ മാറി നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ മാറിയാണ് നമുക്ക് ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. നമുക്ക് ഈ ഫ്ലോട്ട് വന്നിട്ട് നമുക്ക് ലോറി ഫ്ലോട്ടാണ്. നമ്മൾ റോഡ് വന്നിട്ട് നമുക്ക് 3 മീറ്റർ റോഡ് വരുന്നുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ വസ്തു വന്നിട്ട് നമുക്ക് 3,400 നമുക്ക് വസ്തു വന്നിട്ട് നമുക്ക് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 800 സ്ക്വയർ ഫീറ്റും 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡാണ്. ഇവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്കിത് വാസ്തു ബേസ്ഡായിട്ടാണ് വീട് വെച്ചിട്ടുള്ളത്. നമുക്ക് അഥവാ രണ്ടാമത്തെ നില ചെയ്യുന്നതെങ്കിൽ പേസ്മെൻറ്റ് നമുക്ക് രണ്ടാമത്തെ നിലയുടെ പേസ്മെൻറ്റാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിൽ നമുക്കൊരു വലിയൊരു കാറുള്ള കാർ പോർച്ച് ഫ്രണ്ടിൽ വരുന്നുണ്ട്. നമുക്കിനി ഇവിടെ ഇൻ്റർലോക്കും വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്കിനി ചെയ്യാനുണ്ട്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 36 ലക്ഷം രൂപയുടെ അകത്താണ് നമുക്ക് ചോദിക്കുന്നത്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് 80% ലോണും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വന്നിട്ട്. നമ്മളിവിടെ റോഡ് വന്നിട്ട് നമുക്ക് റോഡ് ടാർ ചെയ്യാനുണ്ട്. നമ്മൾ റോഡെല്ലാം ടാർ ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വില്ലയ്ക്കകത്തുള്ള ഏകദേശം ഇവിടെ വീടിൻ്റെ വർക്ക് നടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വേറെ 2 ഫ്ലോട്ടിലെ വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ടാറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് വന്നിട്ട്. നമുക്കിവിടെ തന്നെ പെയിൻറ്റിങ്ങും അതേപോലെ ഇൻ്റർലോക്ക് വർക്ക്, നമുക്ക് കുറച്ച് വർക്ക് നമുക്ക് പെയിൻറ്റിംഗ് ഉണ്ട്. എല്ലാം നമ്മൾ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ഈ പ്രൈസിലാണ് എല്ലാം തന്നെ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമ്മുടെ വീടിൻ്റെ ഡിസൈൻ വന്നിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡിസൈനിലാണ് നമുക്ക് വീട് ചെയ്തിട്ടുള്ളത്. ആരും കൊതിക്കുന്ന ഒരു ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഒരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്, നമ്മുടെ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, നമ്മുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്താണ് നമുക്ക് മാൻ ഹോൾ വരുന്നത്. നമുക്ക് അത് വാസ്തു പ്രകാരം നോക്കിയിട്ടാണ് നമ്മുടെ മാൻ ഹോൾ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന 2 നമ്മുടെ മാൻ ഹോൾ. ഇതിൽ നമ്മുടെ ഇൻ്റർലോക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ കിണർ വന്നിട്ട് നമുക്ക് ബാക്ക് സൈഡിലാണ് കിണർ വരുന്നത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്. നമുക്ക് സിറ്റ് ഔട്ടൊക്കെ അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ലോ ബഡ്ജറ്റ്, നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് വീട് വാങ്ങാൻ നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണ്. നമുക്ക് ഇവിടുന്ന് തമ്പാനൂർ പോകാൻ വേണ്ടി ഒരു 9 കിലോമീറ്ററും നമുക്ക് ഇവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 11 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഈ വീട് ചെയ്യുന്ന വാസ്തു പ്രകാരമാണ് നമുക്ക് വടക്ക് ദർശനമാണ് വരുന്നത്. ഈ വീട് നമുക്ക് 2 നിലയുടെ പേസ്മെൻറ്റാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മെയിൻ ബസ് റൂട്ട് നമ്മൾ ഇവിടെ 150 മീറ്റർ മാറിയാണ് നമ്മുടെ മെയിൻ ബസ് റൂട്ട് തന്നെ. നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നമ്മുടെ തമ്പാനൂരും അതേപോലെ തന്നെ പാപ്പനംകോട് ബസ് റൂട്ട് എല്ലാം നമുക്ക് ഈ മെയിൻ ബസ് റൂട്ടിൽ നിന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ കുറച്ച് വർക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഓട്ടിച്ചെടുത്ത് കാണിച്ചു തരികയാണ് കേട്ടോ. നമുക്ക് ഇനി നമുക്കിവിടെ കുറേ വർക്ക് നമുക്ക് പെൻഡിങ് ഉണ്ട്. നമ്മളിപ്പോൾ കബോർഡ് വർക്ക് നമുക്കിപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്, പിന്നെ ഇലക്ട്രിക് വർക്കൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹാൾ വന്നിട്ട്. നമുക്ക് വലിയൊരു ഹാളാണ് വരുന്നത്. നമ്മുടെ TV യൂണിറ്റൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ TV യൂണിറ്റിൻ്റെ വർക്കൊക്കെ നമുക്ക് ഇന്ന് കഴിഞ്ഞേ ഉള്ളൂ. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട്. അതുപോലെ നമുക്ക് ഡൈനിങ് സെക്ഷനുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചണുമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ സ്പേസ് വന്നിട്ട്. നമ്മുടെ മെയിൻ റോഡിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ ഒരു നില വീടിന് വേണ്ടി നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമർ വരുന്നുണ്ട്. അവർക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ വീടിൻ്റെ വർക്ക് തീരുന്നുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ സ്പേസ് വന്നിട്ട്. അതുപോലെ നമുക്കൊരു കിച്ചൺ, നമ്മുടെ വലിയൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഈ കിച്ചൻ്റെ വർക്കൊക്കെ ഇന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്കിവിടെ തന്നെ ഇലക്ട്രിക് വർക്കും പ്ലംബിംഗ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പണി ഫുള്ള് നമ്മൾ ഫിനിഷ് ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് കബോർഡൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ കിച്ചണിലെ കബോർഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. അതേപോലെ ഫ്ലോർ ടൈലൊക്കെ വന്ന് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് നമ്മുടെ ഫ്ലോർ ടൈൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ബോർഡൊക്കെ വന്നിട്ട് നമ്മുടെ ഹൈ ക്വാളിറ്റി ബോർഡിട്ടാണ് നമ്മുടെ കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വന്ന് കാണുമ്പോഴേ ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം തന്നെ വിലയിരുത്താൻ പറ്റുള്ളൂ. നമുക്ക് ബാക്ക് സൈഡിൽ അതുപോലെ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഇറക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് നമുക്ക് ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. ബാക്ക് സൈഡിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. ബാക്ക് സൈഡിലാണ് നമുക്ക് നനകല്ല് വരുന്നത്. ബാക്ക് സൈഡിലാണ് നമ്മുടെ കിണറും വരുന്നത്. ബാക്ക് സൈഡിൽ കൂടിയാണ് നമ്മുടെ ടെറസിലോട്ട് വന്ന സ്റ്റെയറും വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് നമുക്ക് 11x10 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യക്കാർക്കാണ് നമ്മൾ കബോർഡ് വർക്ക് ബെഡ്റൂമിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. നമുക്ക് അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഫിറ്റിങ്സ് ചെയ്തിട്ടില്ല. ഫിറ്റിങ്സ് നമ്മൾ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് തന്നെ വർക്ക് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ആവുന്നതാണ്. അഥവാ ഈ വീട് വാങ്ങാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ ഡിസൈനിൽ ബാക്കിയുള്ള വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അടുത്തൊരു നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ് ഇത് വന്നിട്ട്. ഇത് നമുക്ക് 8x8 നമ്മളെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. അടുത്തിരുന്ന് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x8 നമ്മളെ ബെഡ്റൂമിൻ്റെ സൈസ് ഉണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ വാഷ്റൂമിലെല്ലാം തന്നെ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബെഡ്റൂമിലെല്ലാം തന്നെ AC പോയിന്റും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെറസിൽ ടാങ്ക് വന്നിട്ട് 750 ലിറ്ററിൻ്റെ ഒരു വലിയ ടാങ്കാണ് വരുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഇവിടെ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വീട് നിൽക്കുന്ന നമുക്ക് ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്ക് ഇതാണ് നമുക്ക് വീട് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തമ്പാനൂർ പോകാൻ 9 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് മലയും ബസ് റൂട്ടിൽ നമുക്കൊരു 150 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റി വരുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന നമുക്ക് 3,400 സെൻറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 800 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നമുക്ക് 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഫ്രണ്ടിൽ നമുക്ക് ഒരു വലിയ കാറുള്ള കാർ പോർച്ചും വരുന്നുണ്ട്.
നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 36 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് വീട് ചോദിക്കുന്ന നമുക്ക് വാസ്തുപ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വടക്ക് ദർശനമാണ് വീട് വരുന്നത്. നമുക്ക് ഈ വീട്ടിൽ നമുക്ക് 2 നിലയുടെ പേസ്മെൻ്റ് ആണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് അഡീഷണൽ 1 നിലയുടെ നമുക്ക് മുകളിൽ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത്. നമ്മുടെ വേൾഡ് ഹൗസ് എന്ന യൂട്യൂബ് ചാനൽ നമ്മൾ ഇതിനു മുമ്പേ നമുക്ക് ഇഷ്ടംപോലെ ലോ ബഡ്ജറ്റ് വീട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ആണ്. അതിലേക്ക് എല്ലാവർക്കും ബൈ.